മസ്കിന്റെ ഒരു വൻ നീക്കം കോടികൾ മുടക്കിക്കൊണ്ട് അതും കയ്യും കണക്കുമില്ലാത്തത്ര തുക മുടക്കിക്കൊണ്ട് അടുത്തതായി മസ്ക് ഒരുക്കുന്ന പദ്ധതിയിൽ കണ്ണു തള്ളിയിരിക്കുകയാണ് ലോകം. പറഞ്ഞു വരുന്നത് മസ്കിന്റെ സ്റ്റാർ ബേസിനെ കുറിച്ചാണ്. എന്താണത്? ഇതിൽ ലോകം ഞെട്ടുവാനുള്ള കാരണം എന്താണ്? നമുക്ക് പരിശോധിക്കാം. സ്പേസ് എക്സിനും ടെക്സസിലെ ജീവനക്കാർക്കുമായി ഒരു സമർപ്പിത നഗരം സൃഷ്ടിക്കാനുള്ള പദ്ധതികളുമായി എലോൺ മസ്ക് മുന്നോട്ട് പോവുകയാണ്. സമീപ വർഷങ്ങളിൽ മസ്ക് ഇവിടെ തന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചു വരികയാണ്. കാലിഫോർണിയയിൽ നിന്ന് തന്റെ കമ്പനികൾ മാറ്റി സ്ഥാപിക്കുകയും നിരവധി ടെക്സസ് കൗണ്ടികളിൽ ഓഫീസുകൾ, വെയർഹൌസുകൾ, നിർമ്മാണ സൗകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കുകയും ചെയ്തു. ഇപ്പോൾ മസ്ക് ഒരു ഭീമമായ പ്രൊജക്റ്റിലേക്ക് അങ്ങനെ കാലെടുത്ത് വയ്ക്കുകയാണ്. അത് ടൈറ്റനുകൾ കുറച്ച് മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. അതായത് ഒരു കമ്പനി നഗരം സൃഷ്ടിക്കൽ, അതാണ് മസ്കിന്റെ അടുത്ത ലക്ഷ്യം. നിലവിൽ ചന്ദ്രനിലും ചൊവ്വയിലും കോളനി വെച്ച് താമസിക്കുന്ന തൊട്ട് അമേരിക്കൻ പ്രസിഡന്റ് ആരാവണം എന്ന് തീരുമാനിക്കുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായ ഇലോൺ മസ്ക്. 2024 ബിസിനസ് ലോകം അവലോകനം ചെയ്യുമ്പോൾ ഏറ്റവും കരുത്തനായ സൂപ്പർ താരവും ഈ 50-കാരൻ തന്നെയാണ്. ലോക ചരിത്രത്തിൽ മറ്റാരും നേടിയിട്ടില്ലാത്ത വിധത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആസ്തിയുള്ള ധനികനായി മസ്ക് മാറിയ വർഷമാണ് കടന്നുപോയത്. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ കോർപ്പറേറ്റുകൾക്ക് കടുത്ത എതിർപ്പായിരുന്നു. അന്ന് പിന്തുണയുമായി രംഗത്തെത്തിയ ഏക കോർപ്പറേറ്റ് വ്യവസായി ഇലോൺ മസ്ക് ആയിരുന്നു. ട്രംപിന്റെ മിക്കവാറും എല്ലാ നയങ്ങളോടും മസ്ക് യോജിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ഈ പിന്തുണയുടെ യഥാർത്ഥ കാരണവും. അതേസമയം ട്രംപിന്റെ വിജയം ഉറപ്പിച്ചതിന് പിന്നാലെ ഇലോൺ മസ്കിന്റെ കമ്പനിയുടെ ഓഹരികൾ എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിലേക്ക് ഉയരുകയും ചെയ്തു. ബ്ലൂംബർഗിന്റെ ബില്യണർ സൂചിക പ്രകാരം അദ്ദേഹത്തിന്റെ ആസ്തി $500 ബില്യൺ എത്തിയെന്നാണ് റിപ്പോർട്ട്. ചരിത്രത്തിൽ ഇത്രയധികം പണം സമ്പാദിച്ച ആദ്യ മനുഷ്യൻ ഇലോൺ മസ്ക് ആണെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഒരു ദശാബ്ദം മുമ്പ് സ്പേസ് എക്സ് ടെക്സസ് തീരത്ത് പ്രവർത്തനം ആരംഭിച്ചത് മുതൽ മസ്കിന്റെ കമ്പനി മെക്സിക്കോ അതിർത്തിക്ക് സമീപം ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും നിരവധി റോക്കറ്റുകൾ വിക്ഷേപിക്കുകയും സ്റ്റാർ ബേസ് എന്നറിയപ്പെടുന്ന പ്രദേശത്ത് പുതിയ വീടുകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് മസ്കിന്റെ സ്റ്റാർ ബേസ്? നമുക്കൊന്ന് പരിശോധിക്കാം. സ്പേസ് എക്സ് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ കേന്ദ്രീകരിച്ച് സൗത്ത് ടെക്സസിന്റെ തീരപ്രദേശത്ത് ഒരു പുതിയ പട്ടണത്തിനായി എലോൺ മസ്ക് നിർദ്ദേശിച്ച പേരാണ് സ്റ്റാർ ബേസ് എന്നത്. സ്പേസ് എക്സ് പ്രവർത്തനങ്ങളെയും അതിന്റെ ജീവനക്കാരെയും പിന്തുണയ്ക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ഔദ്യോഗിക നഗരമായി ഈ പ്രദേശം മാറ്റുമെന്ന് മസ്ക് പ്രതീക്ഷിക്കുന്നു. 2020 ടെക്സസിലേക്ക് മാറിയതിനു ശേഷം ബിസിനസ് അനുകൂലമായ കാലാവസ്ഥ ചൂണ്ടിക്കാട്ടി മസ്ക് തന്നെ നിരവധി കമ്പനികൾ സംസ്ഥാനത്തേക്ക് വികസിപ്പിക്കുകയോ അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കുകയോ ഒക്കെ ചെയ്തു വരികയാണ്. ജൂലൈയിൽ കാലിഫോർണിയയിൽ നിന്ന് ടെക്സസിലേക്ക് സ്പേസ് എക്സിന്റെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിന്റെയും ആസ്ഥാനം മാറ്റാനുള്ള പദ്ധതികൾക്ക് മസ്ക് തുടക്കം കുറിച്ചിരുന്നു. കാലിഫോർണിയയിലെ ഒരു പുതിയ ലിംഗ വ്യക്തിത്വ നിയമത്തെ അവസാന സ്ട്രോ എന്ന് വിശേഷിപ്പിച്ചു. സെപ്റ്റംബറിൽ മസ്ക് എക്സിന്റെ ആസ്ഥാനം സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ടെക്സസിലെ ബാസ്ട്രോപ്പിലേക്ക് മാറ്റി. ഒരു ദശാബ്ദത്തിലേറെ പഴക്കമുള്ള കാലിഫോർണിയയിലെ വീട് അങ്ങനെ ഉപേക്ഷിക്കുകയും ചെയ്തു. 2021 ടെസ്ലയുടെ ആസ്ഥാനവും ടെക്സസിലേക്ക് മാറ്റി. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ കാലിഫോർണിയ അതിന്റെ എഞ്ചിനീയറിംഗ് ഹബ്ബായി വളർന്നു വരികയാണ്. ഇതിനകം സ്റ്റാർ ബേസ് എന്നറിയപ്പെടുന്ന സ്പേസ് എക്സ് ലോഞ്ച് സൈറ്റ്, സ്പേസ് എക്സ് റോക്കറ്റുകളുടെ തണലിൽ നവീകരിച്ച മിഡ് സെഞ്ചുറി വീടുകളിലോ സിൽവർ എയർസ്ട്രീം ട്രെയിലറുകൾ ഉൾപ്പെടെയുള്ള താൽക്കാലിക താമസ സൗകര്യങ്ങളിലോ താമസിക്കുന്ന നിരവധി ജീവനക്കാരുടെ താമസ സ്ഥലമായി മാറിയിരിക്കുന്നു. ഈ മാസം ആദ്യം സൈറ്റിന് സമീപം താമസിക്കുന്ന സ്പേസ് എക്സ് ജീവനക്കാർ ഒപ്പുശേഖരണത്തിലൂടെയും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ഔദ്യോഗിക നിവേദനം നൽകിയും സ്റ്റാർ ബേസ് ഒരു പട്ടണമായി സംയോജിപ്പിക്കാനുള്ള ആദ്യ പ്രധാന ചുവടുവയ്പ് നടത്തി. ദ ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് എലോൺ മസ്കും സ്പേസ് എക്സും വിഭാവനം ചെയ്യുന്നത് പോലെ നിർദ്ദിഷ്ട നഗരത്തിന്റെ വലുപ്പത്തെയും പ്രവർത്തനത്തെയും കുറിച്ചുള്ള ആദ്യ ഉൾക്കാഴ്ചകളിൽ ചിലത് ഈ നിവേദനം വാഗ്ദാനം ചെയ്യുന്നു എന്നത് ശ്രദ്ധേയമാണ്. കുറഞ്ഞത് 219 പ്രാഥമിക താമസക്കാരും 100-ലധികം കുട്ടികളും ഉൾപ്പെടെ ഏകദേശം 500 നിലവിലെ നിവാസികളുടെ ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് സ്റ്റാർ ബേസ് ഹാർഡ് ചെയ്യപ്പെടുന്നു. നിരവധി സ്പേസ് എക്സ് റോക്കറ്റ് വിക്ഷേപണങ്ങളുടെ സ്ഥലമായ ബോക്ക ചിക്ക ബീച്ചിന് സമീപമുള്ള സ്റ്റേറ്റ് ഹൈവേ 4ന്റെ അവസാനത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. നിർദ്ദിഷ്ട നഗരം ഏകദേശം 1.5 ചതുരശ്ര മൈൽ വരും. ഇത് സെൻട്രൽ പാർക്കിനേക്കാൾ അല്പം വലുതും ടെക്സസ് നിലവാരത്തിൽ ചെറുതുമാണ്. നിവേദനം അനുസരിച്ച് മിക്കവാറും എല്ലാ താമസക്കാരും സ്പേസ് എക്സിൽ വാടകയ്ക്ക് താമസിക്കുന്നവരും ജോലി ചെയ്യുന്നവരുമാണ്. ഇനി എന്തുകൊണ്ടാണ് എലോൺ മസ്ക് സ്പേസ് എക്സ് ജീവനക്കാരെ ഇങ്ങനൊരു പ്രത്യേക നഗരം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നൊരു ചോദ്യം വന്നേക്കാം. അതിനുത്തരം കാമറൂൺ കൗണ്ടി ജഡ്ജി എഡ്രി ട്രെവിനോ ജൂനിയർ ഈ വർഷം ആദ്യം പുറത്തിറക്കിയ ഒരു ഇമ്പാക്ട് പഠനം അനുസരിച്ച് സ്റ്റാർ ബേസ് സൈറ്റിൽ നിലവിൽ 3400-ലധികം മുഴുവൻ സമയ സ്പേസ് എക്സ് തൊഴിലാളികളും കരാറുകാരും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട്.
സ്പേസ് എക്സ് ലോഞ്ച് സൈറ്റ് ഒരു നഗരമാക്കി മാറ്റാനുള്ള ആശയം മസ്ക് വർഷങ്ങളായി പരിഗണിച്ചു വരികയാണ്. 2021 പ്ലാനിനെ കുറിച്ച് സ്പേസ് എക്സ് ആദ്യം സമീപിച്ചത് ടെക്സസിലെ കാമറൂൺ കൗണ്ടിയിലെ ഉദ്യോഗസ്ഥരെയാണ്. എന്നിരുന്നാലും എന്തുകൊണ്ടാണ് മസ്കും അദ്ദേഹത്തിന്റെ കമ്പനിയും സ്റ്റാർബേസ് എന്ന പുതിയ നഗരം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതെന്നോ അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർക്ക് എന്ത് പ്രത്യേക നേട്ടങ്ങൾ ലഭിക്കുമെന്നോ ഒന്നും നിവേദനത്തിൽ വ്യക്തമാക്കുന്നില്ല. മുൻപ് തപാൽ ഡെലിവറി ആവശ്യക്കാർക്കായി ഏരിയയുടെ പേര് മാറ്റാൻ കമ്പനി താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. അതിനുള്ള അപേക്ഷ നിലവിൽ ഒരു ഫെഡറൽ ഏജൻസിയിൽ തീർപ്പ് കൽപ്പിക്കുന്നുമില്ല. ഇനി ഇതിൽ സാധ്യമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ടെക്സസ് A&M യൂണിവേഴ്സിറ്റിയിലെ ബുഷ് സ്കൂൾ ഓഫ് ഗവൺമെന്റ് ആൻഡ് പബ്ലിക് സർവീസിലെ അസോസിയേറ്റ് പ്രൊഫസറായ റോബർട്ട് ഗ്രീർ നഗരങ്ങൾ എങ്ങനെ സംയോജിപ്പിക്കുന്നുവെന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഗവേഷണം പ്രകാരം ഒരു നഗരം സൃഷ്ടിക്കുന്നതിൽ സ്വന്തം ചാർട്ടർ തയ്യാറാക്കൽ, സേവനങ്ങൾ നൽകൽ, പ്രാദേശിക ഓർഡിനൻസുകൾ സൃഷ്ടിക്കൽ, നികുതി ചുമത്തൽ എന്നിവയൊക്കെ ഉൾപ്പെടുന്നുവെന്ന് അദ്ദേഹം AP-യോട് വിശദീകരിച്ചു. ഇത് താമസക്കാർക്കോ ബിസിനസ്സുകാർക്കോ നികുതി ഭാരം മാറ്റാം. നിങ്ങളുടെ സ്വന്തം നഗരം സൃഷ്ടിക്കുകയും അതിപ്പോൾ താരതമ്യേന ചെറിയ പ്രദേശമാണെങ്കിൽ ആ പ്രദേശത്തിന് മേൽ നിങ്ങൾക്കൊരു തരം നിയന്ത്രണമുണ്ട്. ഗ്രീർ പറയുന്നത് ഇങ്ങനെയാണ്: പ്രദേശത്തെ തൊഴിലാളികളെ വിപുലീകരിക്കുന്നതിനും കമ്പനിയുടെ വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനും സ്റ്റാർബേസ് ഒരു നഗരമായി സംയോജിപ്പിക്കുന്നുവെന്ന് ആവശ്യമാണെന്ന് സ്പേസ് എക്സ് ഉദ്യോഗസ്ഥർ വാദിക്കുന്നുണ്ട്. സ്റ്റാർബേസ് സംയോജിപ്പിക്കുന്നത് ഈ ഒരു പ്രദേശത്തെ ഒരു ലോകോത്തര സ്ഥലമാക്കി മാറ്റുന്നതിന്, ആവശ്യമായ സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ പ്രക്രിയകൾ കാര്യക്ഷമമാക്കും. എന്നിരുന്നാലും പ്രദേശത്തെ അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് സ്പേസ് എക്സ് പ്രാദേശിക എതിർപ്പ് നേരിടുന്നുണ്ട്. അതായത് ഈ അടുത്ത കാലത്ത് തന്നെ പ്രാദേശിക ലാഭരഹിത സ്ഥാപനമായ സേവ് ആർജിവിയിൽ നിന്ന് അവരൊരു വ്യവഹാരം നടത്തി. കൂടാതെ സ്പേസ് എക്സ് അടുത്തുള്ള ഉൾക്കടലിലേക്ക് മലിനജലം ഒഴുക്കുന്നു എന്നൊക്കെ ആരോപിച്ചും പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ഒരു പ്രാദേശിക അവലോകനത്തിൽ പാരിസ്ഥിതിക അപകടങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഇതിനെ സംബന്ധിച്ച് മറ്റ് പ്രതിസന്ധികളൊന്നും ഇല്ലെന്നും സ്പേസ് എക്സ് ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചു. എന്തായാലും നിലവിൽ കാമറൂൺ കൗണ്ടിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നിവേദനം നൽകിയിരിക്കുകയാണ്. അതായത് പുതിയ നഗരം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പ് നിവാസികൾ സ്വീകരിച്ചു കഴിഞ്ഞു. അംഗീകാരം ലഭിച്ചാൽ സ്പേസ് എക്സിന്റെ സെക്യൂരിറ്റി മാനേജർ ഗുന്നർ മിൽബേൺ ഉൾപ്പെടെ 3 സിറ്റി ഉദ്യോഗസ്ഥരെ നിർദ്ദിഷ്ട ആദ്യ മേയറായി തിരഞ്ഞെടുക്കാൻ വോട്ടർമാരെ അനുവദിക്കും. ഒരു നഗരം എന്ന നിലയിൽ സ്റ്റാർബേസിന് സംസ്ഥാന ഫെഡറൽ ഗ്രാന്റുകൾക്ക് അർഹതയുമുണ്ട്. കൂടാതെ സ്വത്ത് അപലപിക്കാനുള്ള അധികാരവും ഉണ്ടായിരിക്കും. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ഇപ്രകാരമാണ്: ഒരു കമ്മ്യൂണിറ്റിയായി സ്റ്റാർബേസ് വളർത്താനുള്ള കഴിവ് കമ്പനിക്ക് ആവശ്യമാണെന്ന് കാതറിൻ ലൂഡേഴ്സ് അപേക്ഷയ്ക്കൊപ്പം സമർപ്പിച്ചൊരു കത്തിൽ പ്രസ്താവിച്ചിട്ടുമുണ്ട്. യൂട്ടിലിറ്റികൾ കൈകാര്യം ചെയ്യുന്നതിനും സ്കൂൾ വിദ്യാഭ്യാസവും വൈദ്യസഹായവും നൽകുന്നതുൾപ്പെടെയുള്ള വിദൂര സ്ഥാനം കാരണം സ്പേസ് എക്സ് നിലവിൽ സിവിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നും കൂട്ടിച്ചേർത്തു. എന്തായാലും നിലവിൽ സ്പേസ് എക്സിന്റെ സ്വന്തം മസ്കിന്റെ സുവർണ്ണ കാലമാണ് ഇപ്പോൾ. അത് പറയാതെ വയ്യ. ഇലക്ട്രിക് വാഹനങ്ങളിലും സോളാർ ബാറ്ററി ബിസിനസ്സുകളിലും അദ്ദേഹത്തിന്റെ കമ്പനികൾ സജീവമാണ്. നാസ ബഹിരാകാശ ഗവേഷണ കേന്ദ്രവുമായുള്ള കരാറിലൂടെ റോക്കറ്റുകളും അദ്ദേഹത്തിന്റെ സ്പേസ് എക്സ് എന്ന കമ്പനി നിർമ്മിക്കുന്നുണ്ട്. മസ്കിന്റെ ആസ്തി $400 ബില്യൺ എത്തിയതായി ഡിസംബർ 11 CNN റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുശേഷം 500 മില്യൺ എത്തിയെന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. ഇതോടെ ഈ ലക്ഷ്യം മറികടക്കുന്ന ആദ്യ വ്യക്തി എന്ന റെക്കോർഡും ഇലോൺ മസ്ക് സ്വന്തമാക്കിയിരിക്കുകയാണ്. ചൊവ്വയെയും ചന്ദ്രനിലും താമസിക്കാനുള്ള പദ്ധതികൾ, മനുഷ്യന്റെ തലച്ചോർ കമ്പ്യൂട്ടറുമായി ഘടിപ്പിക്കാൻ കഴിയുന്ന ന്യൂറാലിങ്ക് പരിപാടി, അതിവേഗ ഇന്റർനെറ്റ് തുടങ്ങി വിവിധ കാര്യങ്ങളുമായി പരന്നു കിടക്കുകയാണ് മസ്കിന്റെ ബിസിനസ് സാമ്രാജ്യം. ഈ ഹൈസ്പീഡ് ഇന്റർനെറ്റ് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ജിയോയുമായും എയർടെലുമായും ഒക്കെ കടുത്ത വ്യാപാര യുദ്ധം ഉണ്ടാവുമെന്നും ഉറപ്പാണ്. എന്തായാലും മസ്ക് വമ്പൻ കുതിപ്പിലാണ്. ഈ പോക്കാണെങ്കിൽ ഈ ദശകത്തിലെ ആദ്യ ട്രില്യണർ അദ്ദേഹമായിരിക്കും, അതിൽ തർക്കവുമില്ല. അതോടൊപ്പം മസ്കിന് സ്റ്റാർബേസ് എന്ന മുന്നേറ്റം കയ്യടി അർഹിക്കുന്നതുമാണ്. അപ്പോൾ നിങ്ങളുടെ ഈ വിഷയത്തിലെ അഭിപ്രായം എന്തായാലും അറിയിക്കൂ. അതോടൊപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.